നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് പ്രിലിംസ് 10th പ്രിലിംസിൻ്റെ റിവ്യൂ ആണ് എടുക്കുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത് ഒരു ആവറേജ് എക്സാം ആയിരുന്നു. ഇത് ഈസി എക്സാം അല്ലായിരുന്നു, എന്നാൽ അത്രത്തോളം ടഫും അല്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറയാം. ചില പോർഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ഈസി ആയിട്ട് വരുന്നു, എന്നാൽ കൂടുതൽ പോർഷൻസും മോഡറേറ്റ് ലെവൽ ടു ടഫ് ലെവലിൽ വരുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ എനിക്കിന്ന് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം ഹാളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എക്സാമിൻ്റെ പേപ്പർ ഒന്ന് വിശകലനം ചെയ്യുവാണെങ്കിൽ അതിൽ ചോദിച്ചത് കറണ്ട് അഫയേഴ്സും മറ്റും ചോദിച്ചത് കുറച്ചൊരു ആവറേജ് ലെവലിൽ, സാധാരണ 10th പ്രിലിംസ് ചോദിക്കുന്നതിനേക്കാളും ഒരു ആവറേജ് ലെവലിലുള്ള ചോദ്യങ്ങളാണ്. 10th പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പേ ഉള്ള നമ്മുടെ ഇപ്പം നടന്ന 10th പ്രിലിംസുകളല്ല, മുമ്പ് നടന്ന 10th പ്രിലിംസുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊരു ആവറേജ് ലെവൽ, ഈസി എന്നുള്ളത് മാറി ഒരു ആവറേജ് ലെവലിലോട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെയൊക്കെ ചോദ്യമൊക്കെ ഒരു 10th പ്രിലിംസിന് ചോദിച്ചിരുന്ന രീതിയിലുള്ള ചോദ്യമല്ല. ചോദ്യം ഇതായിരുന്നു: ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു, ഇതിൽ പെടാത്തത് ഏതെന്ന് പറഞ്ഞൊരു ചോദ്യം. ഇതുപോലുള്ള ചോദ്യങ്ങൾ 10th പ്രിലിംസിന് പൊതുവെ ചോദിക്കാത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പെട്ടു. പിന്നെ നമ്മുടെ ഈ കല ഇതിൽ വന്നത് ചവിട്ടുനാടകം കൂടിയാട്ടം എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം മാത്സ് ഫോളോയിങ് വന്നിരുന്നു. അതൊക്കെ കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ ചോദ്യമായിട്ടാണ് തോന്നിയത്. ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ 10th പ്രിലിംസിൻ്റെ ഇതിൽ നോക്കുമ്പോൾ അല്ല, അത് ഹയർ ലെവലൊന്നും അല്ല. 10th പ്രിലിംസിൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ആവറേജ് ലെവൽ ചോദ്യമായിട്ടാണ് തോന്നിയത്. പിന്നെ ലിഗ്നോസാറ്റ് എന്നൊക്കെ പറഞ്ഞ ചോദ്യം, വെറൈറ്റി ചോദ്യമൊക്കെ കണ്ടു. പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഗ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞ കുറച്ചുകൂടി ഒരു ആവറേജ് ലെവൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ചോദിച്ച ഒരു നോർമൽ ലെവൽ ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ബഹദൂർ രണ്ടാമൻ്റെ ചോദ്യം, അതേപോലെ ചൗരി ചൗര സംഭവം, മാഡം ക്യാമ സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ലിഗ്നൈറ്റിനെ കുറിച്ചുള്ള ചോദ്യം, പുനലൂർ ആദ്യത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് ഇതിൻ്റെ കാര്യം വന്ന പുനലൂറും കാര്യങ്ങളും വന്നത്. പിന്നെ ഇങ്ങനെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഒരു ആവറേജ് ലെവൽ ലോവർ ലെവൽ ചോദ്യങ്ങളൊക്കെ ഇതിന് ചോദിച്ചിരുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് ചോദ്യങ്ങളെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇത് പാസ്സാവണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എളുപ്പമുള്ള ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ, വൺ വേർഡ് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ആ ഒരുപാട് ചോദ്യങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാർഡിയോളജി ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ ശബ്ദം ഖരത്തിലാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അതേപോലെ പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള ഈ ഊർജ്ജം പ്രവൃത്തിയുടെ അതേ യൂണിറ്റാണ്. സ്റ്റോറേജ് ബാറ്ററിയിൽ രാസബലമാണ് വരുന്നത്. അതേപോലെ ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ബലം 1.62 മീറ്റർ/സെക്കൻഡ് ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ജെ തോംസൺ. അതേപോലെ സദിശ അളവ് ഏതാണ്, പ്രവേഗം, അങ്ങനെയുള്ള ഏത് ലോകത്തിന്റെ അയിരാണ് കലാമിൻ, സിങ്ക്, ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ, പൊട്ടാസ്യം. ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ. അത് മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങൾ, അതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് പറയുന്നില്ലെങ്കിലും എന്താണ് വാഗൺ നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം, ഇതൊക്കെ സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ്. പ്രത്യക്ഷ രക്ഷാ ദീപസഭ സ്ഥാപിച്ച കുമാരഗുരുദേവൻ. അതേപോലെ കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട്. അതേപോലെ ഏറ്റവും ചെറിയ നദി ഏതാണ്, പൂക്കോട് തടാകം എവിടെയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വൺ വേർഡ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളെ പറ്റി മെയിനായിട്ട് പറയാനുള്ള ഈ ഒരു പാറ്റേൺ ആണ്. അത് ഈസി ചോദ്യങ്ങൾ ഒരുപാട് കയറി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മീഡിയം ലെവൽ ചോദ്യങ്ങളും ഒരു 10th പ്രിലിംസിന്റെ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് 10th പ്രിലിംസിന്റെ ലെവലിൽ നിന്ന് മാറി ഒരു LGS ലെവലിലോട്ട് മാറി വന്ന ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ എക്സാം ഒരു LGS ലെവലാണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാവുന്നതാണ്. മുഴുവൻ ചോദ്യങ്ങളും അല്ല, LGS ലെവലിലുള്ള ചോദ്യങ്ങൾ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു 30 ചോദ്യങ്ങളോളം ഒരു LGS ലെവലിൽ ചോദിച്ചിട്ടുമുണ്ട്. എങ്കിൽ തന്നെ LGS ലെവലിലുള്ള മാർക്കും മറ്റൊന്നും നമുക്ക് ആവശ്യമുണ്ടാവില്ല ഇത് പാസ്സാകാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിൽ പറയാത്തൊരു കാര്യം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു എക്സാമിന് നമ്മളിപ്പോൾ 70 മാർക്കാണ്, 70 മാർക്കില്ലെങ്കിൽ 78 മാർക്കൊക്കെ സെക്രട്ടറിക്ക് വേണമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനകത്തൊരു കാര്യം അഡീഷണൽ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്രട്ടറിക്ക് നമ്മളിപ്പോൾ നടത്തുന്ന പ്രിലിംസ് എക്സാംസിൽ സെക്രട്ടറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിപ്പോൾ ഉള്ള അസിസ്റ്റന്റ് ടൈം കീപ്പർ, സ്റ്റോർ കീപ്പർ, അതേപോലെ ലാബ് അസിസ്റ്റന്റ്, സെക്രട്ടറി പോലുള്ള പോസ്റ്റുകളിലാണ് ഈ എക്സാം നടക്കുന്നത്. അതിൽ വേറെയും പോസ്റ്റുകളുണ്ട്. ഏകദേശം ഒരു 6ഓളം പോസ്റ്റ് ഈ എക്സാം നടക്കുന്നുണ്ട്. മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ പ്രിലിംസ് നടക്കുന്നത്. അപ്പോൾ അത് സെക്രട്ടറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന സെക്രട്ടറിയാണ്. ഇത്രയും പോസ്റ്റുള്ളൊരു ക്യാപ്റ്റൻ. കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ പേര് ഉത്തരം പറയാൻ പോകുന്നത് സെക്രട്ടറി എന്നൊരു ഉത്തരവായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിന് ഒരു ഇലക്ഷനും കാര്യങ്ങളൊക്കെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് കട്ട് ഓഫ് കുറച്ചിടുവോ ഇല്ലയോ എന്നുള്ളത്
ഡിപ്പെൻസ് ആണ്. കാര്യം എത്രത്തോളം ആളെ എടുക്കുന്നു എന്നുള്ളത് ഒരു നമ്മുടെ ഒരു ഇലക്ഷൻ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കൂടുതൽ പേരെ മെയിൻസിലോട്ട് എടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ താന്നു പോകുന്ന രീതിയിൽ കട്ട് ഓഫ് ഒക്കെ പോവാം. അപ്പോൾ നമ്മൾ പറയുന്ന ഏരിയയിലായിട്ട് പോലും പോകില്ല ചിലപ്പോൾ കട്ട് ഓഫ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കട്ട് ഓഫ് എന്നുള്ളത് ഡിപ്പെൻസ് ആണ്. കാര്യം LGS എക്സാം കഴിഞ്ഞ വർഷത്തെ LGS, ഈ വർഷത്തെ LGS അല്ല, ഇതിന് മുമ്പത്തെ LGS ഒക്കെ നടന്നപ്പോഴത്തേക്ക് പ്രിലിംസിന്റെ കട്ട് ഓഫ് 8, 9, 18 ഒക്കെ കട്ട് ഓഫ് ഒക്കെ വന്നിരുന്നു. 8, 9 ഉണ്ടായിരുന്ന പറഞ്ഞാൽ 18 ഒക്കെ കട്ട് ഓഫ് വന്നിരുന്നു LGS എക്സാമിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ്. അപ്പോൾ അത്രത്തോളം താന്നിട്ടുമുണ്ട്. നേരെ മറിച്ച് ചില പോസ്റ്റുകൾക്ക് 96 ഒക്കെ കട്ട് ഓഫ് വന്ന പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ എക്സാമിന്റെ കൂട്ടത്തിൽ നടന്ന വേറെ പോസ്റ്റുകൾക്ക് 96, 92 ഒക്കെ കട്ട് ഓഫ് വന്ന പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്നത്തെ ഏറ്റവും പ്രധാന പോസ്റ്റുകൾ, അന്നത്തെ പ്രിലിംസിന്റെ ഏറ്റവും പ്രധാന പോസ്റ്റുകൾ LDC, LGS ആയിരുന്നു. അതുകൊണ്ട് തന്നെ LDCക്ക് ഒരു 40-50 ലെവലിലെ പ്രിലിംസിന്റെ കട്ട് ഓഫും LGSന് 18, 20 ആ റേഞ്ചിലൊക്കെ അങ്ങോട്ട് ഒരു 30 ലെവലിലൊക്കെയുള്ള കട്ട് ഓഫും ആയിരുന്നു അന്ന് വെച്ചിരുന്നത്. അപ്പോൾ അത് രണ്ടുമായിരുന്നു അന്നത്തെ ക്യാപ്റ്റന്മാർ, ആ ഒരു എക്സാമിന്റെ ക്യാപ്റ്റന്മാർ. പക്ഷെ ഇപ്പോൾ സെക്രട്ടറി OA എന്നുള്ള ഇതിൽ ഇപ്പോഴത്തെ ടീച്ചേഴ്സൊക്കെ പറയുന്നതിൽ ഒരു കാര്യം, അവരിൽ നിന്ന് കേട്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സെക്രട്ടറി OA എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന പ്രിലിംസുകളിലെ ഏറ്റവും പ്രധാന പരീക്ഷ സെക്രട്ടറി OA ആയതുകൊണ്ട് അതിന്റെ കട്ട് ഓഫ് നമ്മൾ പറയുന്നതിലും വളരെ കുറവ് താഴോട്ട് പോയേക്കാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള പോസ്റ്റുകൾക്ക് എക്സാമിന് ഏറ്റവും അടുത്തായിട്ടാണ് എന്ത് വന്നത്, അതിന്റെ ലിസ്റ്റ് വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് വന്നതിന്റെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ആ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് മെയിൻസിന് പഠിക്കാനായിട്ട് വളരെ കുറവ് സമയമാണ് കിട്ടിയത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള ഒരു പോസ്റ്റിന്റെ മെയിൻസിന് പഠിക്കാനായിട്ട് 3-4 മാസം ആ സമയം ആവശ്യമുള്ളപ്പോൾ പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാനായിട്ട് ഇരുന്നത് കൊണ്ട് തന്നെ അവരിൽ കുറെ പേർക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിലും ഒക്കെ ഉണ്ടായിരുന്ന കുറെ പേർക്ക് ആ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ വ്യക്തമാക്കിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിന്റെ കട്ട് ഓഫിനെ കുറിച്ച് ഇനി വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാര്യം എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രിലിംസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഇത് നോക്കാറില്ല, റിസൾട്ട് മാർക്ക് ആഡ് ചെയ്ത് നോക്കാറില്ല. ഒന്നാമതെ മാർക്ക് ആഡ് ചെയ്ത് നോക്കാതെ അതിന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് റിസൾട്ട് പേജിൽ കയറി നോക്കുകയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ പേഴ്സണലി ചെയ്യാറില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് നോക്കുക, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ പേഴ്സണലി പ്രിലിംസിന്റെ മാർക്ക് നോക്കാറില്ല, ഫൈനൽ ക്യൂ, പ്രൊഫഷണൽ ക്യൂ ഒന്നും നോക്കാറില്ല. കാര്യം നമ്മൾ മെയിൻസ് എക്സാമിന്റെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മാർക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രയോജനമുണ്ട്. കാര്യം അത് കിട്ടുമെന്നുള്ളൊരു ഇത്. അപ്പോഴത്തേക്കും ഇത് ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ലെവലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നോക്കി വെച്ചേക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ നോർമലൈസേഷനും കാര്യങ്ങളും എല്ലാ സ്റ്റേജിനും നോർമലൈസേഷൻ ഉണ്ടാവും. ഇതുവരെ PSC നടത്തിയിട്ടുള്ള എല്ലാ പ്രിലിംസ് പരീക്ഷകൾക്കും നോർമലൈസേഷൻ കൊടുത്തിട്ടാണ് അവർ റിസൾട്ട് കൊടുത്തിരിക്കുന്നത്. അത് ആദ്യം നടന്ന 10th പ്രിലിംസ് തൊട്ട് ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ എല്ലാ സ്റ്റേജിനും കുറച്ചെങ്കിലും നോർമലൈസേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫും കാര്യങ്ങളിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതൊരു ടഫ് ലെവൽ എക്സാം, അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ ടു ടഫ് ലെവൽ എക്സാം. അത് പറയുകയാണെങ്കിൽ തന്നെ മാത്സിന്റെ ആണെങ്കിൽ മാത്സിന് ഒരു ടഫ്നെസ് ഒന്നും കണ്ടില്ല. മാത്സ് എല്ലാം സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും സിമ്പിൾ ആണെന്നല്ല പറഞ്ഞത്, കമ്പാരിറ്റീവ്ലി സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു. ഒരു ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറയത്തക്കതായിട്ട് അതിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുത്ത് പറയണമെങ്കിൽ തന്നെ ആ ഒരു LCMന്റെ ഒരു ചോദ്യം വന്നിരുന്നു. 30 സെക്കൻഡ്, 36 സെക്കൻഡ്, 48 സെക്കൻഡ് ഈ ഒരു സമയത്ത് ട്രാഫിക് ലൈറ്റുകൾ വരികയാണെങ്കിൽ 7 മണിക്ക് വന്ന ശേഷം എത്ര മിനിറ്റിന് ശേഷമാണ് വരുന്നത്? 7 മണിക്ക് വന്ന ശേഷം 12 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതായത് 30ന്റെയും 48ന്റെയും 48ന്റെയും LCM എടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ ആയിരിക്കും. അത് ഇത്ര സെക്കൻഡിലായിരിക്കും കിട്ടുന്നത്. അത് നമ്മൾ മിനിറ്റിലോട്ട് മാറ്റാം. 720 ആണ് 30, 36, 42 LCM വരുന്നത്. അത് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിന്റെ ആൻസർ അത് കിട്ടും. അപ്പോൾ മാത്സിന്റെ വേറൊരു ചോദ്യവും ടഫായിട്ടുള്ള ഇതൊന്നും കണ്ടില്ല ഇതിനകത്ത്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ പിന്നെ കട്ട് ഓഫിന്റെ ഇതിലോട്ട് പോകാനാണെങ്കിൽ, കട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് കട്ട് ഓഫ് കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം എക്സാമിന്റെ ടഫ്നെസ് ലെവൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ടഫ് ലെവലായിരുന്നു ക്വസ്റ്റ്യൻസ്. അതേപോലെ ആർട്ടിക്കിളുകൾ എല്ലാം ടഫ് ആർട്ടിക്കിളുകളാണ്. പ്രിലിംസിന് ചോദിക്കുന്ന ആർട്ടിക്കിളോ LGSന് ചോദിക്കുന്ന ആർട്ടിക്കിൾ പോലുള്ള ലെവൽ പോലും അല്ല ചോദിച്ചിരുന്നത്. ആർട്ടിക്കിളുകൾ ചോദിച്ചിരുന്നത് ഇപ്പോൾ ഇതിനകത്ത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്ന് അവർ ചോദിച്ചു. അന്താരാഷ്ട്ര തർക്കങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്ന ആർട്ടിക്കിളും കാര്യങ്ങളും നമ്മുടെ പ്രിലിംസിന്റെ സ്കോപ്പ് അല്ല. അതുപോലെ ശമ്പളത്തെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ ചോദിച്ചിരുന്നു. ഇങ്ങനെ ആർട്ടിക്കിൾ ചോദ്യങ്ങളെല്ലാം കുറച്ചുകൂടി ഒരു ടഫ്നെസ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് ഒരു ആവറേജ് ലെവൽ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ചോദിച്ചിരുന്നത്. പിന്നെ വന്ന പോർഷൻ സയൻസ് പോർഷന്റെ കാര്യം പറഞ്ഞു. സയൻസ് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സയൻസ് പോർഷൻ ഒരു ആവറേജ് എന്നൊന്നും പറയാനില്ല, ഒരു നോർമൽ ലെവൽ, ഒരു ലോ ലെവൽ സയൻസ് ആയിരുന്നു. അതിൽ 1-2 ചോദ്യങ്ങൾ മാത്രം ഒരു ഹയർ ലെവലിലോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. സയൻസിന്റെ
അത്ര ടഫ്നെസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും തെങ്ങോലകളിൽ മഞ്ഞളിപ്പിന് കാരണം എന്നുള്ള രീതിയിലൊരു ചോദ്യം വന്നിരുന്നു. അതും ടഫ് എന്നുള്ള പറയാനായിട്ടുള്ള ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചോദ്യം അത് മാത്രമേ വന്നുള്ളൂ. ഇടയ്ക്ക് വന്നിട്ടുണ്ടാവും എക്സാമിന്, പക്ഷെ അങ്ങനെ സ്ഥിരം ചോദ്യമല്ല. പിന്നെ വന്നത് ഒരു നമ്മുടെ നവോത്ഥാനത്തിൽ ഇത് വെറൈറ്റി ചോദ്യം വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരേ വർഷം ജന്മദിനമുള്ള നവോത്ഥാനായകർ പണ്ട് ചോദിച്ചിരുന്ന ചോദ്യമാണ്. ആ ഒരു ചോദ്യം കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഒരു ആവറേജ് ലെവൽ എക്സാം ആണ്. അപ്പോൾ കഴിഞ്ഞ ലെവലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ടഫ് ലെവലിൽ വന്ന ഒരു കട്ട് ഓഫ് നമുക്ക് ഇതിനും പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു എക്സാമിന് നമുക്ക് ഒരു 60 to 65 മാർക്കുള്ളവർ മെയിൻ എക്സാമിന് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. 60 to 65 ഉള്ളവരും 50 to 55 ഉള്ളവരും 45 to 50 ഉള്ളവർ എല്ലാവർക്കും മെയിൻ എക്സാമിന് പഠിക്കാം. മെയിൻ എക്സാമിന് പഠിക്കരുതെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് PSC ആരെയും ഭീഷണിപ്പെടുത്തുമോ ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുമോ ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും മെയിൻ എക്സാമിന് പഠിക്കാം. അത് ഞാൻ ആദ്യമേ പറയുന്നു. മറ്റ് ചാനലുകൾ കാണുന്ന പോലെ 60 to 65 ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെയിൻ എക്സാമിന് പഠിക്കാമെന്ന് ഞാൻ പറയില്ല. കാര്യം റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചിലപ്പോൾ എന്തിലോട്ട് വരും, പ്രിലിംസ് നിങ്ങൾ പാസ്സാവും. അങ്ങനെ പാസ്സായി കഴിയുമ്പോൾ പിന്നെ പഠിക്കാനുള്ള സമയം ഉണ്ടായില്ല എങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മെയിൻ എക്സാമിന് പഠിക്കാം. എങ്കിലും ഒരു 60 to 65 എന്നുള്ളത് ഒരു നല്ല മാർക്കാണെന്ന് മാത്രം ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുന്നു. കട്ട് ഓഫ് എന്നുള്ള രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. കാര്യം നോർമലൈസേഷൻ എന്ന് പറഞ്ഞ ഫാക്ടർ PSC കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവർ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ആ നോർമലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ നോർമലൈസേഷൻ ഏത് ഫേസിന് എത്രത്തോളം കൊടുക്കണമെന്നുള്ളത് PSC ആണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം വരുന്നത് പോലും എത്ര പേരെ മെയിൻസിന് ഉൾപ്പെടുത്തണം എന്നുള്ളതും ബാക്കിയുള്ള ഫേസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ വെച്ച് നോക്കിയിട്ടുമാണ് ആ ഒരു കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം ഒരു ആവറേജ് എക്സാം, ഈ നടന്ന 4 ഫേസുകളിലെ ഒരു ആവറേജ് എക്സാം ആയിട്ടാണ് തോന്നുന്നത്. ഏറ്റവും ടഫസ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു റാങ്കിങ് ഇടാനാണെങ്കിൽ ടഫസ്റ്റ് ഉള്ളതിന്റെ തൊട്ട് താഴത്തുള്ള എക്സാം, ഏറ്റവും ടഫായിട്ട് ഉള്ളതിന്റെ തൊട്ട് താഴെയുള്ള എക്സാം എന്നുള്ള രീതിയിൽ മാത്രം ഈ ഒരു എക്സാമിന് പറയാം. അപ്പോഴും ഒരു 60 to 65 മാത്രമാണ് ഈ ഒരു എക്സാമിന് നമ്മുടെ കട്ട് ഓഫ് അല്ല പറയുന്നത്. ഈ ഒരു എക്സാമിന് എഴുതി കിട്ടിയ മാർക്ക് ഒരു 60 to 65 ഉണ്ടെങ്കിൽ നോർമലൈസേഷൻ നിങ്ങൾക്ക് എല്ലാ ഫേസിലുള്ളവർക്കും നോർമലൈസേഷൻ ഇതുവരെ എല്ലാ പ്രിലിംസിനും PSC കൊടുത്തിട്ടുണ്ട്. ആ നോർമലൈസേഷൻ കൂടി കയറി വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസിലോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എൻ്റെ പേഴ്സണൽ നിഗമനമാണ്. അപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ള അസിസ്റ്റന്റ് ടൈം കീപ്പർ, സ്റ്റോർ കീപ്പർ, അതേപോലെ ലാബ് അസിസ്റ്റന്റ് പോലെയുള്ള പോസ്റ്റുകളിൽ അതിൻ്റെ കട്ട് ഓഫ് എത്രത്തോളം വരുമെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രയാസമാണ്. എങ്കിലും ഈ 60 to 65 പറയുമ്പോഴത്തേക്ക് 65 മാർക്കിന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ലാബ് അസിസ്റ്റന്റ് ഒക്കെ സേഫ് ആണ്. ബാക്കിയുള്ള എക്സാമിൻ്റെ ഒന്നും കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ മുതിരുന്നില്ല. കാര്യം അതെല്ലാം കുറച്ച് വേക്കൻസിയുള്ള പോസ്റ്റുകളാണ്. അതിനൊക്കെ ഒരിക്കലും ഒരു കട്ട് ഓഫ് പ്രഡിക്ഷൻ സാധിക്കില്ല, ആക്യുറേറ്റ് ആവില്ല. അപ്പോൾ ലാബ് അസിസ്റ്റന്റ് ആണെങ്കിൽ തന്നെ 65 മുകളിലുണ്ടെങ്കിൽ 60 മുകളിലുള്ളവർ ഏകദേശം സേഫ് ആണ്. എങ്കിലും ഞാൻ പറയുകയാണ് ലാബ് അസിസ്റ്റന്റ് 65 മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ സേഫ് ആണ്. നിങ്ങൾ നോർമലൈസേഷൻ കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് കാര്യങ്ങൾ നോക്കാം. എങ്കിലും നിങ്ങൾ ഇന്ന് തൊട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഗൈഡൻസ്, അതേപോലുള്ള എക്സാമിനേഷൻ്റെ ക്ലാസ്സുകൾ, അതേപോലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റുകളും മറ്റു അപ്ഡേറ്റ്സും പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ്, അതേപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളും മറ്റും അതിൽ കാര്യങ്ങളെല്ലാം അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളും വരുന്ന PSC നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ താഴെ ജോയിൻ ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നാളെ തൊട്ട് തന്നെ, ഇന്ന് എക്സാം ഉള്ളവരാണെങ്കിൽ നാളെ തൊട്ട് തന്നെ, ഇതിനു മുമ്പ് എക്സാം കഴിഞ്ഞിട്ട് പ്രിലിംസ് എല്ലാം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഓരോ ദിവസവും പ്രധാനമാണ്. മെയിൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് അവസാനത്തെ റിസൾട്ട് വന്നിട്ട് ഒരാഴ്ച കൊണ്ട് പഠിച്ചു തീർക്കാൻ, 2 ആഴ്ച കൊണ്ട് പഠിച്ചു തീർക്കാനൊന്നും ആരും കരുതണ്ട. അത് വളരെ പ്രയാസകരമായിരിക്കും. നിങ്ങളൊരു PSC പ്രോ ആണ് എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചേക്കും. പക്ഷേ സെക്രട്ടേറിയറ്റ് OAയൊക്കെ നല്ല കോമ്പറ്റീഷനുള്ള പോസ്റ്റാണ്, ലബോറട്ടറി അസിസ്റ്റന്റ് ഒക്കെ നല്ല കോമ്പറ്റീഷനുള്ള പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. ഞാൻ നിങ്ങളോട് ആദ്യം പറയുകയാണ്, മാർക്ക് എത്ര കുറവാണെങ്കിലും നിങ്ങൾ പഠിക്കുന്നത് വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു പോവുക. നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടുമോ ഇല്ലെന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ മെയിൻസിന് പഠിക്കാനായിട്ട്. കാര്യം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഈ ഒരു പ്രിലിംസിന്റെ വിജയം ചിലപ്പോൾ നിങ്ങളുടെ മേത്തേക്ക് അടിച്ചേൽപ്പിക്കും. PSC അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസരം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടായില്ല എന്നുള്ളതായിരിക്കും അടുത്ത പരാതി നമ്മുടെ മനസ്സിൽ വരാൻ പോകുന്നത്. ആ ഒരു പരാതി ഇല്ലാതിരിക്കണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. മെയിൻസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. കോമ്പറ്റീഷൻ കുറഞ്ഞിട്ട് പഠിക്കാതിരിക്കാൻ നടക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ സെക്രട്ടറി OA എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് LDCയുടെ LGSന്റെ അത്രയും പോലും വേക്കൻസി ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, വേക്കൻസിയും നിങ്ങളുടെ പഠനമായിട്ട് യാതൊരു ബന്ധവുമില്ല.
നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും 6 ലക്ഷം പേര് എഴുതുന്ന പരീക്ഷ എങ്ങനെ ഞാൻ പാസ്സാകും, 6 ലക്ഷം പേരിൽ 200 300 പേരിൽ എക്സാം കിട്ടുള്ളൂ, അങ്ങനെ ഒന്നുമല്ല ചിന്തിക്കേണ്ടത്. ഒരു എക്സാം പഠിക്കുമ്പോഴത്തേക്ക് അതിൽ നിങ്ങളെന്നൊരു വ്യക്തി മാത്രമാണുള്ളത്. ആ കോമ്പറ്റീറ്റീവ് എക്സാമിൽ ഒരാൾ ഓടിച്ചു പോകുന്ന ഒരു ബൈക്ക് പോലെയാണ് അത് കോമ്പറ്റീവ് എക്സാം. അല്ലാതെ ഒരുപാട് പേരുടെ ഒരു റേസ് അല്ല കോമ്പറ്റീവ് എക്സാം. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്ന 6 ലക്ഷം പേരുടെ റേസ് ആണ് അത് കോമ്പറ്റീറ്റീവ് എക്സാം നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷെ അങ്ങനെയല്ല. 6 ലക്ഷം പേരുടെ റേസിൽ ആദ്യം തീരുന്ന 160 പേര്, അങ്ങനെയല്ല. ഇതൊരു യാത്രയാണ്. ഒരു വർഷത്തെയോ 2 വർഷത്തെയോ, ചിലർക്ക് ലക്കുള്ള ഒരു CPO പോലുള്ള എക്സാം ഒരു 6 മാസം 7 മാസം കൊണ്ടൊക്കെ എഴുതിയെടുക്കുന്നുണ്ടെങ്കിലും 1 വർഷത്തെയോ 2 വർഷത്തെയോ അതിന് മുകളിലോട്ടൊക്കെയുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ പല കാര്യങ്ങൾ നിങ്ങളെ വേട്ടയാടപ്പെടാം. ഒരുപാട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകളോ മറ്റും അസുഖങ്ങളോ വന്ന് പല എക്സാം എഴുതാൻ പറ്റാതെ വരാം. അപ്പോഴും പലരും നിങ്ങളെക്കാൾ മുന്നിലോട്ട് പോകാം. പിന്നെ നിങ്ങളെക്കാൾ സാമ്പത്തികമായി മുന്നിലുള്ള ആൾക്കാർ നിങ്ങളെക്കാൾ മുന്നിലോട്ട് പോകാം. കാര്യം നിങ്ങൾക്ക് ഒരു റാങ്ക് ഫെയിൽ വാങ്ങിക്കാനായിട്ട് ചിലപ്പോൾ 2 മാസം കാത്തിരിക്കേണ്ടി വരും നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പൈസ ഇല്ലെങ്കിൽ. പക്ഷേ വേറെ ചിലർക്ക് ഒരു റാങ്ക് ഫെയിൽ വാങ്ങിക്കണമെങ്കിൽ അപ്പം തന്നെ പോയി വാങ്ങിക്കാൻ പറ്റും. ഒരാൾക്കൊരു എക്സാമിൻ്റെ കോഴ്സ് എടുക്കണമെങ്കിൽ ചില ആൾക്കാർക്ക് 10,000 രൂപയുടെ ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ അവർക്ക് അന്ന് തന്നെ ആ ഒരു കോഴ്സ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ 10,000 രൂപയുടെ ഒരു കോഴ്സ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ 5,000 രൂപയുടെ കോഴ്സ് എടുക്കാൻ നിങ്ങൾക്ക് 1 മാസം സാലറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പ്രിലിംസ് കിട്ടി മെയിൻസ് കിട്ടി എന്നുള്ളതായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടാവും. ആ ഒരു ദിവസം വരെ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കാതിരിക്കുക. ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ പേന, ബുക്ക് പോലുള്ള സാധനങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ, അല്ലാതെ കത്തിയും വാക്കത്തിയും കുടലും എന്നല്ല. നിങ്ങളുടെ സാധനങ്ങൾ, നിങ്ങളുടെ പണി സാധനങ്ങൾ താഴെ വെക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു കാറോട്ടം പോലെ കരുതിയാൽ മതി PSC. അപ്പോൾ നിങ്ങൾ കാസർഗോഡ് നിന്ന് ഓടിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ വണ്ടി നിർത്തി നിങ്ങൾ ഇറങ്ങി പോവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ തിരുവനന്തപുരത്ത് എത്താതിരിക്കുക. അത് അനലോജി പറഞ്ഞ വേറൊന്നുമല്ല, ഒരു സിമിലാരിറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു PSC പഠനത്തിൽ നിങ്ങൾ PSC നിർത്തിയാൽ മാത്രമേ നിങ്ങൾ അതിൽ നിന്ന് പുറത്താവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഏജ് ഓവറാകുമ്പോൾ മാത്രം. അപ്പോൾ ഏജ് ഓവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ബിസിനസ് ചെയ്തോ, ഗൾഫിൽ പോകണമെങ്കിൽ ഗൾഫിൽ പോകുക, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. ഏജ് ഓവർ ആയിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏജ് ഓവർ ആയിക്കഴിഞ്ഞ് എന്ത് ചെയ്യും, അങ്ങനെ ഒരു വീഡിയോയ്ക്ക് പ്രസക്തിയില്ല. ഏജ് ഓവർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലിക്ക് ശ്രമിക്കാമെങ്കിൽ അങ്ങനെ ശ്രമിക്കാം. അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. എന്ത് കച്ചവടം എല്ലാം ചെയ്തിരിക്കാം. ഗവൺമെന്റ് ജോലി മാത്രമല്ല ആൾക്കാർ ജീവിക്കുന്നത്. ഒരു 100 പേരിൽ ഒരു 5 പേർക്ക് മാത്രമേ ഗവൺമെന്റ് ജോലി ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. എപ്പോഴും പരാജയം വരുമ്പോഴേക്കും ആ ഒരു കാര്യം ചിന്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടാൻ പ്രയാസമാകുന്നത് എന്നുള്ളൊരു കാര്യം ചിന്തിക്കുക. അപ്പോൾ മെയിൻസിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങുക. ഈ മെയിൻസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഒരു റാങ്ക് ഫെയിൽ എടുത്ത് വെക്കുക, പഠിക്കുക, ചോദ്യം ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങൾക്ക് എക്സാം കറക്റ്റായിട്ട് പോയി എഴുതുക. പഠിക്കുന്ന സമയം 12 മണിക്കൂറും 16 മണിക്കൂറൊന്നും പഠിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം പഠിച്ചാൽ 3 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ പഠിച്ചാൽ മതിയാവും ഒരു ദിവസം. അത് തന്നെ എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതിനകത്ത് വേറെ ട്രിക്സും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.